ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 വലിയ ഉള്ളിയാണ്. ഉള്ളി ചെറുതായത് കാരണമാണ് 3 എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ ഉള്ളിയാണ് ഉള്ളതെങ്കിൽ മീഡിയം സൈസിലുള്ളതാണെങ്കിൽ 2 എടുത്താൽ മതി. ഇനി ഈ ഉള്ളിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം വഴറ്റിയതിന് ശേഷം മാത്രമേ ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. ഈ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ ഞാൻ ചിക്കനും ഉരുളൻകിഴങ്ങും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ 2 ഉരുളൻകിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് 3 വിസിൽ വരെ വേവിച്ചെടുത്തതാണ്. ഇനി ഈ ഉള്ളിയിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ആണ് കയ്യിലെങ്കിൽ അത് ഒന്ന് ചതച്ചെടുത്ത ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച ടേസ്റ്റ് പോകുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണൂ. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമായിരിക്കും. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് ഉണ്ടാക്കുന്നത് കാരണമാണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബീഫാണെങ്കിൽ ചിക്കൻ മസാല സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഗരം മസാല മസ്റ്റായും ഇതിൽ ചേർത്ത് കൊടുക്കണം, എങ്കിലേ ഈ കട്ട്ലേറ്റിന് ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി 2 പൊടികളും ചേർത്ത് കൊടുത്ത് ഇവയുടെ പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾ കഴിക്കുന്നത് കാരണമാണ് എരിവ് കുറച്ച് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മുളക് പൊടി സ്കിപ്പ് ചെയ്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഉപ്പെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി പാകമാണെങ്കിൽ ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. ഈ മസാല ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഉരുളൻകിഴങ്ങും ചിക്കനും വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ആ വെള്ളമെല്ലാം ഒഴിവാക്കി അതിൽ നിന്നും ഞാൻ ഉരുളൻകിഴങ്ങ് എടുത്ത് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഉരുളൻകിഴങ്ങും ചിക്കനും ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യണമെന്നില്ല. ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇവ രണ്ടും ചേർത്ത് കൊടുക്കാൻ. ഉരുളൻകിഴങ്ങ് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ഈ മസാലക്കൂട്ടിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ഉരുളൻകിഴങ്ങ് ഒന്ന് നല്ലോണം തവി വെച്ചുകൊണ്ട് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഇവിടെ ഞാൻ ഡയറക്റ്റായിട്ട് മസാലയിലോട്ട് ചേർത്തതിന് ശേഷമാണ് ഉടച്ചെടുക്കുന്നത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ എല്ലെല്ലാം ഒഴിവാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതും നമുക്ക് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായി ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം. അതിന് ശേഷം ഇത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഈ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഈ സമയത്ത് കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇവ ചൂടാറാൻ കുറച്ചുകൂടി ചിക്കൻ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ചൂടാറാൻ മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം വേണം ഇത് ഷേപ്പാക്കി എടുക്കാൻ. ചിക്കൻ നല്ലോണം ഈ മസാലയിൽ ഇപ്പോൾ നല്ലോണം ഈ കൂട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറേശ്ശെ കയ്യിലെടുത്ത് ഒരു ബോൾ രൂപത്തിലാക്കിയതിന് ശേഷം ഒന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെറിയ ബോൾസാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് റസ്ക് പൊടിയാണ്. ആദ്യം ഞാനിവിടെ മുട്ടക്ക് പകരം മൈദമാവാണ് മൈദപ്പൊടി എടുത്ത് അതിൽ കുറേശ്ശെ വെള്ളം അതൊരു ലിക്വിഡ് രൂപത്തിലാക്കിയതിന് ശേഷം ആദ്യം ഈ കൂട്ട് റൗണ്ട് ഷേപ്പിലാക്കിയത് ഈ മൈദമാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ റസ്ക് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം ആദ്യം മൈദമാവിൽ ഡിപ്പ് ചെയ്യുകയും അതിന് ശേഷം ഈ റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ബീഫ് കൊണ്ടുണ്ടാക്കുന്നതും ചിക്കൻ കൊണ്ടുണ്ടാക്കിയാലും രണ്ടും വളരെ ടേസ്റ്റിയായിട്ടുള്ളതാണ്. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ മൈദമാവിലും റസ്ക് പൊടിയിലും കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് പൊടിയും എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ റസ്ക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് ഉണ്ടെങ്കിൽ അതും മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതിന് ശേഷം അതിലും ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ ഇവിടെ ഇപ്പോൾ കോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായി ഈ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാവൂ. മേൽഭാഗത്തേക്ക് ഓയിൽ ആയിട്ടില്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് അതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ ഫ്ലെയിം ഹൈയിൽ വെക്കാൻ മറക്കരുത്. പെട്ടെന്ന് മറിച്ചിടുകയും ചെയ്യരുത്. നല്ലോണം അടിഭാഗം വെന്തതിന് ശേഷം വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോവും.
ഒരു സൈഡ് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആയതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡും ഒന്ന് വേവിച്ചെടുക്കാൻ. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇവ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കരുത്. നല്ലോണം വെന്തതിന് ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കളറ് വരണം ഒരു ഭാഗം. അതിന് ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് ഉള്ളിലുള്ള മസാലയെല്ലാം എണ്ണയിലോട്ട് ആകും. ഉള്ളിലോട്ട് നല്ലോണം ഓയിലും കയറും. അത് കാരണം പെട്ടെന്ന് മറിച്ചിടാതെ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. മറിച്ചിട്ടതിന് ശേഷം ഒരു 3 മിനിറ്റ് നല്ലോണം ഒന്ന് വേവിച്ചതിന് ശേഷം ഇത് കോരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 സൈഡും വെന്തിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. രണ്ട് സൈഡും ഒന്ന് നല്ലോണം വെന്ത് വന്നതിന് ശേഷം ഇത് കോരി മാറ്റാവുന്നതാണ്. 2 സൈഡും ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കായി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടമായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണിത്. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലോണം ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 1K ആവാൻ ആയിട്ടുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും എൻ്റെ കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് കോരി മാറ്റാം.
ഇതുപോലെ ഇനി ബാക്കിയുള്ള ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഓരോന്നായിട്ട് ഓയിലിലോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. രണ്ട് സൈഡും നല്ലോണം വെന്തതിന് ശേഷം അത് കോരി മാറ്റാവുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.